ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഈസി ആൻഡ് ടേസ്റ്റി കർണാടക സ്റ്റൈൽ പരിപ്പ് കറിയാണ്. അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് പരിപ്പ് കുക്കറിലേക്ക് എടുക്കുക. ശേഷം അതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത്, ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്ത്, പിന്നെ ഒരു 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ഇടുക. ആവശ്യത്തിന് ഉപ്പും ഇട്ട് വെള്ളവും ഒഴിക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ കേൾക്കുന്നവരെ വേവിക്കാൻ വയ്ക്കുക. നമുക്ക് വേറൊരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. നമുക്ക് കയ്യിലുള്ള വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതും ഏറ്റവും നല്ലത്. പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. പിന്നെ നമുക്കതിലേക്ക് വെളുത്തുള്ളി ഒരു 4 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടുക. പിന്നെ നമുക്ക് ഒരു 4 ചെറുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും ഇതിലോട്ട് ഇടുക. പിന്നെ നമ്മുടെ കറിവേപ്പില, പിന്നെ ഉണക്കമുളക് ഒരു 3 എണ്ണം ചെറുതായിട്ട് ഇടുക. ശേഷം നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് ഇപ്പം നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല, കാരണം ഉപ്പ് നമ്മൾ ആൾറെഡി നമ്മുടെ കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യം ഇപ്പം നമുക്കിവിടെ ഇല്ല. ചെറുള്ളിയുടെ എല്ലാം കളറ് മങ്ങിയ ശേഷം നമ്മുടെ ഈ താളിപ്പ് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പിലോട്ട് ആഡ് ചെയ്യുക. ഇത് ഞാൻ വേവിച്ച് വെച്ച കുക്കറിലോട്ട് തന്നെ വയ്ക്കുന്നത്. എന്നിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പായിട്ട് ചിലർ ഇത് ഇളക്കാതെ തന്നെ അടച്ച് വയ്ക്കാറുണ്ട്. ഞാനിപ്പോൾ ഇത്തിരി ഇളക്കിയിട്ടാണ് അടച്ച് വയ്ക്കുന്നത്. ഇത് ചപ്പാത്തിക്കും ചോറിനൊക്കെ ഏറ്റവും നല്ല ഒരു കോമ്പിനേഷനാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. Then bye bye.